ബ്രഹ്മാനന്ദം പരമസോനം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസഹസ്രം സ്യാദിലക്ഷ്യമേകം നിത്യം വിമലനിലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം തിരുഗുണരഹിതം സദ്ഗുരും തം നമാമി. കുശബ്ദസ്തു അന്ധകാരസ്യ ദുശബ്ദസ്തു തന്നിരോധക. അന്ധകാരം നിരോധിക്കുന്നതായ എന്തായാലും അത് ഗുരുനാഥനാണെന്നർത്ഥം. അപ്പോൾ കല എത്ര ശേത ഇതി കലശഃ. കലശപൂജകൾ പഠിപ്പിക്കുന്നതും ഗുരുനാഥനാണ്, മന്ത്രം ഉപദേശിക്കുന്നതും ഗുരുനാഥനാണ്. ലോകത്തിലുള്ള സകലവിധ എല്ലാ വസ്തുക്കളും എല്ലാ ജീവികളും ഗുരുക്കളാണ്, ഗുരുനാഥന്മാരെന്നർത്ഥം. എന്നിൽ നിന്ന് ഇന്നത് പഠിക്കുക, എന്നിൽ നിന്ന് ഇന്ന് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്ന ഗുരുനാഥന്മാരുണ്ട് ലോകത്ത്. ഭാഗവതത്തിലെ കൂടെ പോകുമ്പോൾ ഏകാദശസ്കന്ധത്തിൽ ധാരാളം ഗുരുനാഥന്മാരെ പറ്റി പറഞ്ഞു തരുന്നു എന്നർത്ഥം. അപ്പോൾ അന്ധകാരത്തെ നശിപ്പിക്കുന്നത് എന്തും ഗുരുനാഥനാണ്. തട്ടി വീഴാനും അല്ലെങ്കിൽ വഴിയിൽ നമ്മുടെ ജീവിത വഴിയിൽ തടസ്സമായ കല്ലുകളെയും അല്ലെങ്കിൽ പാറക്കെട്ടുകളെയും നമ്മൾ ചവിട്ടുപടികളാക്കി കഴിഞ്ഞാൽ അതെന്തായിത്തീരുന്നു? അതും ഗുരുനാഥനായിത്തീരുന്നു. അപ്പോൾ സ്നേഹസ്വരൂപമായിരിക്കുന്നതായ പുരാണങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ, ശിവപുരാണത്തിലൂടെ പോകുമ്പോൾ, ശിവരാത്രി മഹാത്മ്യമൊക്കെ പറയുമ്പോൾ മഹാദേവന് ചാർത്താനുള്ളതായ ചാണകവസ്ത്രങ്ങൾ, അതുപോലെ അഭിഷേക ദ്രവ്യങ്ങൾ, എന്താണ് പ്രധാനം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും പ്രധാനമല്ല, അച്ഛനും മകനും പ്രധാനമാണ് ഭസ്മം എന്നർത്ഥം. കൂട്ടുകുടം സ്വാമി പറ്റി നമുക്കറിയാം. അപ്പോൾ ചുടല നൃത്തം ചെയ്യുന്നതായ ഒരു ഭദ്രകാളി ദേവി, അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫറായ അന്വേഷകനായ അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു, നാരായണ ഭ്രാന്തൻ അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു. മോനെ ഇന്ന് മാറിയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ വേണമെങ്കിൽ അവിടെ നൃത്തം ചെയ്തു, എൻ്റെ സ്ഥാനം ഇതാണ്, ഞാനിവിടുന്ന് മാറില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അച്ഛൻ്റെ തന്നെ ചൈതന്യമായി കണ്ടതായ നാരായണ ഭ്രാന്തനോട് ചോദിച്ചു, എന്തു പറ്റി, എന്ത് സംഭവിച്ചു, നിനക്കെന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. ഒരു നിമിഷം മുമ്പ് മരിക്കണം, ഒരു ദിവസം കഴിഞ്ഞാൽ മരിക്കണം, അത് രക്ഷയില്ല. ജനന മരണങ്ങൾ കൃത്യസമയത്ത് തന്നെ നടക്കും, അതിന് ആര് വിചാരിച്ചാലും രക്ഷയില്ല എന്നർത്ഥം. അപ്പോൾ ഇടത്തെ കാലിലെ വന്ന് വലത്തെ കാലിലേക്ക് ആക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇടത്തെ കാലിൽ വന്ന് വലത്തെ കാലിൽ വന്ന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. നമ്മൾ അനുഭവിക്കേണ്ടായ പ്രാരാബ്ധ കർമ്മങ്ങൾ മുഴുവനും അനുഭവിച്ചേ മതിയാവൂ എന്നർത്ഥം. ഓരോ ജന്മത്തിലും അനുഭവിക്കേണ്ടതായ എല്ലാം അനുഭവിക്കണം. ഓരോ ജന്മത്തിലും നമ്മൾ ജീവിതത്തിൽ വരേണ്ടതായ ആക്സിഡൻറ്റുകൾ അത് കൃത്യസമയത്ത് തന്നെ നടക്കണം. പക്ഷേ കണ്ണേ കൊല്ലാനുള്ളത് പുലികേറ്റെ കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ തന്നെ ഈശ്വരൻ നമ്മളെ രക്ഷിക്കും എന്നർത്ഥം. അപ്പോൾ സ്നേഹമാണ് അഖില സാരം ഊഴിയിൽ സ്നേഹ സാരം സത്യമേഹമ. ഇതാ ഈ 2-3 ദിവസങ്ങൾ വളരെ പ്രധാനമാണെന്നർത്ഥം. നമുക്കറിയാം കുംഭമൊന്ന്, പിന്നെയോ പ്രദോഷം, പിന്നെ ശിവരാത്രി. മഹാദേവന് വ്യാപി ഹാലാഹലം അഭക്ഷയം മഹാദേവ കൃപയാ ഭൂതഭാവന. അവിടെ ആരും വന്നില്ല, മുന്നോട്ട് വന്നില്ല. മഹാദേവനാണ് അവിടെ വിഷം പാലം ചെയ്തെന്നും പാർവതീദേവി അവിടെ മഹാദേവനെ ഉപാസിച്ചുകൊണ്ട് എന്തു ചെയ്തു? കഴുത്തിൽ കയറി ഞെക്കിപ്പിടിച്ചു എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, കഴുത്തിലൊന്ന് തലോടി പിടിച്ചു. കാരണം വിഷം സ്നേഹത്തോടുകൂടി പിടിച്ചു, വിഷം താഴെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. അല്ലാണ്ട് കഴുത്തിൽ കയറി പോയി ഞെക്കിപ്പിടിക്കുകയൊന്നുമില്ല. അത് അവരുടെ സ്വഭാവമാണ്, ഈ ചിന്തിക്കുന്നവരുടെ സ്വഭാവമാണ്. അപ്പോൾ വ്യാപി ഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. അവിടെ ഭക്ഷിച്ചതായ മഹാദേവനെ നമുക്കറിയാം. അവിടെ കാരുണ്യമൂർത്തിയായ കലപ്പഞ്ഞ മഹാദേവൻ അവിടെ എന്ത് ചെയ്തു? ഒന്നും സംഭവിച്ചില്ല. ഇനി ഇതൊന്നും ഇല്ലെങ്കിലോ, പാർവതീദേവി തലോടിയില്ലെങ്കിലോ ഒന്നും സംഭവിക്കില്ല. കാരണം തൻ്റെ കഴുത്തിലിരിക്കുന്ന ഒന്ന് ചീറ്റിയാൽ മതി, ലോകം മുഴുവൻ അഗ്നിയായി തീരുമെന്നർത്ഥം. അപ്പോൾ തൃക്കന്നെ തുറപ്പിക്കാതിരിക്കാൻ, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനായിട്ട് ശിവരാത്രി വരുമ്പോൾ മംഗളകരമായ വേറെ അർത്ഥത്തിലും പറയുന്നുണ്ട്. പാർവതീദേവി ഉറക്കൊളച്ചിരുന്ന് തപസ്സിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടിടത്തും തിരുവാതിരയിലും പറയുന്നുണ്ട്, ധനുമാസത്തിൽ തിരുവാതിരയ്ക്കും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ശിവരാത്രിക്കും പറയുന്നുണ്ട്. ഉറക്കൊളച്ചിരുന്ന് മഹാദേവനെ കിട്ടനായി പ്രാർത്ഥിച്ച രാത്രികളാണ് ശിവരാത്രി എന്നും അതുപോലെ തന്നെ തിരുവാതിര എന്നും പറയപ്പെടുമ്പോൾ നമുക്ക് സ്നേഹിക്കേണ്ടത് ഒന്ന് മാത്രമേ, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതായ കുടുംബമുണ്ടാകണമെങ്കിൽ, കൂടുമ്പോൾ സ്നേഹത്തിൻ്റെ നിധികളായി വളരണമെങ്കിൽ തീർച്ചയായിട്ടും മഹാദേവനെ തന്നെ ഉപാസിച്ചോളൂ. അതൊരു പ്രത്യേകതയാണ്. മഹാദേവ ഭക്തന്മാർ ചിലപ്പോൾ റോഡിൽ വെച്ചായിരിക്കും, ചിലപ്പോൾ വളവിൽ വെച്ചായിരിക്കും, ചിലപ്പോൾ കടയിൽ വെച്ചായിരിക്കും. ഇവ യാദൃശ്ചികമായിട്ട്, ഞാൻ പേര് പറയുന്നില്ല, ഇന്നലെ 1-ാം തീയതി കഴിഞ്ഞു വന്നപ്പോൾ നോക്കിയപ്പോൾ തലപ്പൊഞ്ചിക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്താണ് ഇവിടെ ഒരു ചെറിയ കാര്യത്തിന് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. ഇതിപ്പോൾ തിരുമേനിയുടെ വീടാണോ
വന്നിട്ടുണ്ടല്ലോ. അതാണ് ഈ മഹാദേവ ഭക്തന്മാരുടെ പ്രത്യേകത. എൻ്റെ മകൾ പറയാറുണ്ട്, മഹാദേവ ഭക്തന്മാരെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചിലപ്പോൾ കൈലാസത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ പോലും അവിടെ വെച്ച് പോലും അവിടെ നിങ്ങൾ കണ്ടെത്തും എന്ന് പറയാറുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നതായ ഒരു ചൈതന്യം, ഒറ്റ ചൈതന്യം, നീവാരാശികോത്തന്യ ഭീതാഭാസിത്തുനുമാ തസ്യാം ശിഖായാമധ്യേ പരമാത്മാവ്യസ്തത സഹരി സ്വസേന്തോ അക്ഷര പരമസുരാട്. ആ ഒറ്റ ചൈതന്യം തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് തന്നെ മാറിയത് എന്നർത്ഥം. അപ്പം അത് ഓരോ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നു, സൃഷ്ടി സ്ഥിതി സംഹാരം. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം താതാൽപ്പഞ്ഞ മഹാദേവൻ ഒരു ചെറിയ വഴിവിളക്കം സ്ഥാപിച്ചതെന്ന് അദ്ദേഹത്തിന് നന്ദി പ്രകാശിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാവണം. നമുക്കറിയാം, പെരുമ്പള്ളിയിൽ 2-3 വർഷമായിരുന്നാണ് അവിടെ പുലിയന്നൂർ ശശിപ്പാട് അദ്ദേഹം കൊളുത്തിത്തിരുന്നതായ ഒറ്റത്തിരിയിൽ നിന്നും ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് നമ്മളാകുന്ന ജീവാത്മാക്കളാകുന്ന തിരി തെളിയുമ്പോൾ ആദ്യത്തെ ഒരു തിരിക്ക് ഒരു വ്യത്യാസം വരുന്നില്ല എന്നർത്ഥം. പൂർണ്ണമതം പൂർണ്ണാൽ പൂർണ്ണമതച്ചേ പൂർണ്ണസ്യ പൂർണ്ണമതായ പൂർണ്ണം ഏവ അവശിഷ്യേ. പൂർണ്ണമായിട്ട് അവശേഷിക്കുന്ന ഒറ്റ ചൈതന്യമുള്ളൂ. ആ ചൈതന്യത്തെ നമുക്ക് ഉപാസിക്കാൻ വേദങ്ങളിൽ പറയുന്ന രീതിയിലുള്ളതായ ഉപാസന പറ്റില്ലാത്തതുകൊണ്ടാണ് സഗുണ രീതിയിൽ തന്നെ ഉപാസന നൽകുന്നത്. ഏത് മാർഗമായാലും ലക്ഷ്യമാണ് പ്രധാനം. ജീവൻ തന്നെയാണ് ജീവോ ബ്രഹ്മേവ നാപര എന്ന് ഭാഗവതം പറയുന്ന പോലെ തന്നെ ഭാഗവതത്തിലൂടെ പോകുമ്പോൾ ആരും രക്ഷിക്കാനുണ്ടാവില്ല. ഗുരു നസസ്യാൽ സ്വജനോ നസസ്യാൽ പിതാ നസസ്യാൽ ജനനി നസാസ്യാൽ ദേവൻ നതസ്യാൽ. സംവേദമൂർത്തി രാവിലെ ഉദയത്തിനു മുമ്പ് വരെ കടന്നു ഉറങ്ങി തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോലും ഒന്ന് കുളിച്ചു തൊഴാൻ വയ്യാത്തതായ ധാരാളം അന്തർജനങ്ങളും ധാരാളം ആൾക്കാരും എൻ്റെ സമൂഹത്തിൽപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ തൊഴാതെ ഗുരുവായൂർക്ക് പോയാലോ അല്ലെങ്കിൽ മമ്മിയൂർക്ക് പോയാലോ അല്ലെങ്കിൽ അവിടെ ഗംഗ ആരതിക്ക് പോയാലോ അവിടെ പോയാലോ കാട്ടിൽ മേക്കാത്തിന് പോയാലോ ഒരു പ്രയോജനമില്ല എന്നർത്ഥം. തൊട്ടടുത്ത ഏത് മൂർത്തിയായാലും അവിടെ ഉപാസിക്കാതെ അവിടെ തൊഴാതെ ഒരു സ്ഥലത്ത് പോയാലും രക്ഷയില്ല. അതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുമ്പോൾ ഭാഗവത ഉപദേശിച്ചായ ചന്ദ്രമല ഗോവിന്ദൻ പോലും ഭാഗവത പ്രയോഗം പറയുന്നു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്, അതിനെ ഒന്ന് ഉപാസിച്ചു നോക്കൂ, അതിനെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. അപ്പോൾ താളനിരത്തെ നീരോടു അതിനെ ദൈവം തുണയുള്ളൂ. എവിടെയും താഴ്ന്നു കൊടുക്കുക, വിനയത്തോടുകൂടി പെരുമാറുമ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ മുഴുവൻ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഏത് സമൂഹത്തിലായാലും മുസ്ലിം സഹോദരന്മാർ, ക്രിസ്ത്യൻ സഹോദരന്മാർ, ഹിന്ദു സഹോദരന്മാർ ഒക്കെ നമ്മളെ തിരുമേനി ഒന്ന് വരണം, ഒരു 1.5 മണിക്കൂർ പറഞ്ഞു തരണം, പ്രഭാഷണം എന്ന രീതിയിൽ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ ഏതൊരു വാക്ക്, അമ്മ, അച്ഛൻ, അനിയൻ, ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് 1.5 മണിക്കൂർ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോൾ എല്ലാം ഒന്നാണ്, എല്ലാ ലോകവും ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒന്നാണ്. ജാതി മത വർഗ രാഷ്ട്രീയ ഭേദങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലുള്ളതായ പുണ്യത്തെ പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ എന്ന് മനോർത്ഥം പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോപാലരത്നം ഭുവനേകരത്നം ഗോപാങ്കര യൗവന ഭാഗ്യരത്നം എന്നൊക്കെ പണ്ട് കവികൾ പാടിയിട്ടുണ്ട്. ഭാഗ്യമായ രത്നത്തെ, ആ ഒരു യഥാർത്ഥ കണ്ടന്റിനെ യഥാർത്ഥ സാത്വിക സ്വരൂപത്തിൽ നിന്നും നിർഗുണ സ്വരൂപത്തിലെ ഈശ്വരനിലേക്ക് എത്തുക. നിർഗുണ പരബ്രഹ്മമായിട്ട് എല്ലാവരും പാടട്ടെ. എല്ലാവരും ഈശ്വരന്മാരാണ്. എല്ലാവരും പാദങ്ങളിൽ നമസ്കരിക്കുന്നു.